വളരെ വിസിബിളായ വികസനം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അനുസാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പം എന്താണ് എന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന നിലയ്ക്ക് വികസനം സംഭവിച്ചിട്ടുണ്ട്. 10 വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതിൽ കൃത്യമായി മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാരിന് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും വലിയ അഭിമാന പദ്ധതി, ജനങ്ങളെ മാനസികമായി കൂടി ബാധിച്ച അവരൊപ്പം നിന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് വയനാട് പുനരധിവാസം തന്നെയാണ്. അതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. 178 വീടുകൾ. ഞാൻ ആ ദിവസങ്ങളെ വളരെ വ്യക്തിപരമായി ഓർത്തെടുക്കുന്ന ഒരാളാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയാണ് അല്ലേ? ആ വാർത്ത വന്ന ദിവസം വയനാട് ഉരുൾപൊട്ടലുണ്ടായി എന്ന വാർത്ത വന്ന് പിന്നാലെ ആദ്യം ഞാൻ ന്യൂസ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ദൃശ്യം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മനുഷ്യൻ നീണ്ടുകിടക്കുന്ന ചെളിയുടെ നടുക്ക് ഒരു പാറക്കെട്ടിൽ എവിടെയോ ഒന്നിത്തിരി പിടിച്ചിട്ടുണ്ട്, മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3/4 മണിക്കൂറോളം എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നറിയാതെ കരയിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു കയറിട്ട് കൊടുക്കാൻ പോലും ആ പ്രദേശത്തേക്ക് ചെല്ലാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടുപോയി എന്ന് വിചാരിച്ച സ്ഥലത്തു നിന്നുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും കരയുകയാണ്. പക്ഷെ ആ മനുഷ്യൻ പിന്നീട് രക്ഷപ്പെട്ടു വരികയാണ്. ഒരു വലിയ മനസ്സോടുകൂടി നമ്മൾ നമ്മുടെ വേദനയായി ഏറ്റെടുത്ത ആ വലിയ വേദനയ്ക്ക് കേരളം പരിഹാരം കണ്ടിരിക്കുന്നു എന്ന ഒരൊറ്റ കാര്യം മുന്നോട്ട് വെച്ചാൽ മതി സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ. കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയില്ല. പണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ തങ്ങൾ പിരിച്ച് 20 കോടിയുടെ കണക്ക് മുന്നോട്ട് വെക്കുന്നു, കോൺഗ്രസിന്റെ കണക്ക് ചോദിക്കുന്നു. അങ്ങനെ അതിൽ കൃത്യമായ ഒരു കാര്യം മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഒരു പുതിയ പദ്ധതിയിലേക്കും ചുവട് വെക്കുകയാണ്. അത് ഇന്ന് അഭിമാന പുരസ്സരം കണ്ടവരാണ് നമ്മൾ. വയനാട് തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് ഇന്ന് മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. അതും നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ജനത നോക്കൂ, നമ്മളെ കരുതുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന സാഹചര്യം, അവർ നമ്മളുടെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് നമുക്കും അത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നത് പ്രധാനമാണ്. നമ്മൾ കണ്ടുവല്ലോ, ഒന്ന് കെ രാജനെ വന്ന് ഓരോരുത്തരും കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ തോന്നിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്ക് അവിടെയുള്ള ഓരോ ദുരന്ത ബാധിതരെയും പേഴ്സണലി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമൂഹം, മന്ത്രിമാരടക്കമുണ്ട് എന്നത് വലിയ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട 2-3 മാധ്യമങ്ങൾ സർവേ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. വളരെ മോശം എന്നതിനപ്പുറത്തേക്ക് ശരാശരി, നല്ലത്, വളരെ നല്ലത്, ഈ 3 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് ഭൂരിപക്ഷം എന്ന് ഈ 2 സർവേകളും പറഞ്ഞിട്ടുണ്ട്. അതും സർക്കാരിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഈ പ്രളയം ഉണ്ടായതിനു ശേഷം ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു ചിത്രം പിണറായി വിജയൻ ഒരു ജലാശയത്തിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ്. ഞാനടക്കം എൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ, എനിക്ക് ആ ഒരു പാർട്ടിയോടും യാതൊരു തരത്തിലുള്ള അനുഭാവമുള്ള ഒരാളല്ല. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പങ്കുവെച്ച ഒരു ചിത്രമാണത്. ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധിപ്പിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസം CPM-ന് എന്തായാലും ഉണ്ട്. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യാൻ ഇത്തരം ആരോപണങ്ങൾ എന്നതിനപ്പുറത്ത് പോസിറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ച് എത്രത്തോളം പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ അവസാന സമയത്തും ആ സ്ട്രാറ്റജി എത്രത്തോളം ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമുണ്ട്.